ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ധൻഷു ബേബിൻ്റെ സ്കൂളിലെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആയിരുന്നു മാർച്ച് 7-ന്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ പരിപാടിയുടെ നോട്ടീസാണ്. നമുക്കിവിടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയേക്കുന്നത് KL ബ്രോ ആണ് കേട്ടോ. ഒരു സാധാരണക്കാരനിൽ നിന്നും KL ബ്രോ ബിജു ഋതിക് എന്ന യൂട്യൂബ് ചാനലിലൂടെ വളരെ പ്രശസ്തനായ, അതായത് ഇന്ത്യയിലെ തന്നെ ഒരു പ്രശസ്തനായ യൂട്യൂബറായി മാറിയിരിക്കുകയാണ് ബിജു. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത വ്യക്തിഗത യൂട്യൂബറാണ് അദ്ദേഹം. 2024 50 ദശലക്ഷം സബ്സ്ക്രൈബർമാരെ മറികടന്നുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ റൂബി ക്രിയേറ്റർ പ്ലേ ബട്ടൺ അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത്. 2025 നമ്പർ 1 യൂട്യൂബ് ക്രിയേറ്ററായി ബിജുവിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് വ്ളോഗുകൾ കാണുന്നവരുണ്ടാകും. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് സ്പെഷ്യൽ സ്കൂളും കൂടിയാണ്. അപ്പോൾ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയതാണ് ഈ മനോഹരമായിട്ടുള്ള ഹെയർ ബാൻഡ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ധൻഷുവിൻ്റെ ക്ലാസ്, പ്ലേ ക്ലാസ്. നല്ല അടിപൊളിയായിട്ട് വളരെ ക്യൂട്ടായിട്ടാണ് ഈ ചുരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇവരെ രണ്ടാളെയും അതിനുള്ളിലേക്ക് കയറ്റാണ് കേട്ടോ, മേക്കപ്പ് ചെയ്യാനും ഡ്രസ് ചേഞ്ചിനും ഒക്കെ ആയിട്ട്. അപ്പോൾ അയാൾക്ക് നമ്മളെ ചീഫ് ഗസ്റ്റ് ഇത് എത്തിയിട്ടുണ്ട്. ചീഫ് ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്ളോഗുകളൊക്കെ കാണുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട് കാണുന്നവർ. അപ്പോൾ അവരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ട് തിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ആൾ വന്നോ, ചീഫ് ഗസ്റ്റ് വന്നോ എന്നൊക്കെയുള്ളത്. അപ്പോൾ ഇതാ കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും സിസ്റ്റർമാരും അങ്ങനെയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ട് അവരെ സ്വീകരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പോലെ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ, സോങ്സൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കവിത, KL ബ്രോ, ബിജു ആൻഡ് കവിത. അപ്പോൾ അത് ഓരോരാളായിട്ട് പരിചയപ്പെടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ്. എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു KL ബ്രോനെയും വൈഫിനെയും ഒക്കെ കാണാനായിട്ട്. അപ്പോൾ അവരുമായിട്ട് കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ പിന്നെ ഫോട്ടോസ്, അങ്ങനത്തെ കുറേ പരിപാടികൾ. പിന്നെ ഈ കുട്ടികളടുത്ത് ഒരുപാട് സമയം സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സ്വന്തം കുട്ടികളാണ് അവരൊക്കെ നല്ല ഹാപ്പി ആയിട്ടുണ്ട്. എന്തായാലും അവർക്ക് ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ KL ബ്രോ വൈഫും എല്ലാവരുടെ കൂടിയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. വ്ളോഗിൽ ഉൾപ്പെടുത്താനാണെന്നൊന്നും അറിയില്ല, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെയുണ്ട്. ഞാൻ ഏകദേശം മറ്റേ അവരിട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ മാച്ച് ഡ്രസ്സ്, അതായത് റെഡ് കളറാണ് ഇട്ടേക്കുന്നത്. അവരൊക്കെ ഡ്രസ് കോഡാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ സ്കൂളിൽ കുറേ വട്ടം വന്നിട്ടുണ്ടെങ്കിലും ശ്രദ്ധയപ്പെടാത്ത കാര്യം, ഒരുപാട് ചെടികളുണ്ട് കേട്ടോ നമ്മുടെ സ്കൂളിൽ. അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ചെണ്ടയൊക്കെ എടുത്തിട്ട് നിൽക്കുന്നത്. വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലേ നമ്മുടെ മക്കളൊക്കെ. അപ്പം KL ബ്രോ അവരൊക്കെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അവർക്കെന്തോ കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഞാനിതാ ഇവിടെ ഓരോരോ വെറൈറ്റി പൂക്കളുണ്ട്, നല്ല മനോഹരമായ പുഷ്പങ്ങൾ വിരിഞ്ഞപ്പോൾ ഞാനതിനെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു സ്കൂൾ എന്ന് പറയുമ്പം നമ്മുടെ പ്ലേ ക്ലാസ്, LKG UKG അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ സ്കൂൾ, അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള നമ്മുടെ കുട്ടികൾ ഉണ്ട് കേട്ടോ. ഇവർക്ക് സ്വന്തമായിട്ട് ഈ ഒരു മഠത്തിൽ സ്വന്തമായിട്ട് തന്നെ 7 കുട്ടികളാണുള്ളത്. ബാക്കിയൊക്കെയും നമ്മളെ ഇതുപോലെ വെക്കേഷൻ സമയത്ത് അവരുടെ റിലേറ്റീവ്സ് വന്ന് കൂട്ടിപ്പോവും. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള സ്വീകരണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് കേട്ടോ. അച്ഛന്മാരും അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ഞാൻ എന്താണ് വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൽ നല്ലപോലെ വാദ്യമേളങ്ങളുടെ ഒരു സൗണ്ടും കൂടെ പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇവർ നല്ല രീതിക്ക് ഇവർ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കുഞ്ഞു മക്കളാണെങ്കിലും അങ്ങനെ അവരെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത് കൊണ്ടുപോവുകയാണ്. മറ്റൊരു പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. അതായത് കൃത്യനിഷ്ഠതയുടെ കാര്യത്തിൽ ഇവർ ഒട്ടും പിറകിലല്ല. കാരണം 4 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറക്റ്റ് 4 മണിക്ക് തന്നെ അവരിവിടെ നമ്മുടെ കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ചീഫ് ഗസ്റ്റായിട്ട് നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു പരിപാടിയിൽ തന്നെ ഇവിടെയുള്ള, അതായത് പേരൻസ് ആയാലും എത്തി തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് ആൾക്കാർ, കുറേ കഴിയുമ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ആ ഒരു സമയത്ത് എത്തിയിട്ടുണ്ടല്ലോ. പക്ഷെ അവരത് കൃത്യസമയത്ത് നമ്മുടെ ഗസ്റ്റ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ.
ആദ്യം തന്നെ കുഞ്ഞു മക്കളുടെ പ്രെയർ സോങ്ങോടുകൂടി നമ്മൾ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അധ്യാപകരെയും മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥികളെ പ്രത്യേകിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ വാർഷികാഘോഷത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ആദ്യം പ്രാർത്ഥനാ ഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം. പരസ്പരം പങ്കുവയ്ക്കുവാനും ഒക്കെ അവർ പഠിച്ചു. ഇങ്ങനെയൊക്കെ 1 വർഷക്കാലം നമ്മുടെ മക്കളെ വളർത്തിയെടുക്കുവാൻ അക്ഷീണം. സെന്റ് ആന്റണി സ്കൂളിന്റെ വാർഷികാഘോഷത്തിന് പ്രോ വിശുവാണ്. ഏഷ്യയിലെ നമ്പർ 1 യൂട്യൂബറാണ്. നമ്മുടെ ജില്ലക്കാരൻ എന്നതാണ് ഏറ്റവും സന്തോഷകരം. വിശുവിനെ പറ്റി ഓർക്കുമ്പോൾ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു വ്യക്തിത്വം, തൻ്റെ കഠിനാധ്വാനം, നിശ്ചയദാർഢ്യം, ഇച്ഛാശക്തി, കുടുംബത്തിന്റെ പ്രോത്സാഹനം, ഇതെല്ലാം ഒത്തുചേർന്നപ്പോൾ സീറോയിൽ നിന്ന് ഹീറോ ആയിരിക്കുന്ന ഒരു വ്യക്തിയും കൂടെ കുടുംബവും കൂടി നമ്മുടെ കൂടെ ഇന്ന് ഈ സായം സന്ധ്യ പങ്കിടുമ്പോൾ ഏറ്റവും സന്തോഷം ഞങ്ങളിൽ നിറയുകയാണ്. ഒരു ഫോൺ കോളേ ഞങ്ങൾക്കുണ്ടായുള്ളൂ. ഞങ്ങൾ ചെന്നൊന്നും വിളിച്ചില്ല. ഒരു മടിയും കൂടാതെ വരാമെന്ന് ഞങ്ങളോട് പറയുകയും കൃത്യസമയത്തിന് മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ഈ വലിയ മനസ്സിനെ ഓർത്ത് ഏറെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇന്നത്തെ പരിപാടിയിലേക്ക് സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ സിസ്റ്റർ. ഓരോ ആൾക്കാരായിട്ട് സംസാരിക്കുന്ന എല്ലാവരും ഇതുപോലെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ കേൾപ്രോ ബിജുവിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നുണ്ട് സിസ്റ്റർ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. സെന്റ് ആന്റണീസ് സ്കൂളിൻ്റെ 32ാം വാർഷികാഘോഷത്തിന് ഞങ്ങൾ കുടുംബത്തിലെ എല്ലാവരും ആശംസകളും നേരുവാണ്. സ്കൂളിലെ ഇതിൻ്റെ പുറകിൽ നല്ല രീതിയിൽ സ്കൂൾ പോകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ ആശംസകൾ അറിയിക്കുവാണ്. കവി പറയും. എല്ലാവർക്കും നമസ്കാരം. എന്താ പറയുക, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ. ഒരുപാട് സന്തോഷമുണ്ട്. പിള്ളേരൊന്നും കൂട്ടാൻ പറ്റിയില്ല. മോനുണ്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നില്ല. അവരോട് വേഗം പോകണോ. ചെറുതായിട്ടൊന്നും കൂട്ടിയില്ല പറയുന്നത്. അപ്പോൾ സ്കൂളിൽ വന്ന് ഞങ്ങൾ ഇതിലോട്ട് എപ്പം പോകുന്നതാണ്. ആദ്യമായിട്ടാണ് സ്കൂൾ ഉള്ളിൽ കയറി കാണുന്നത്. പള്ളിയപ്പുറം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ സ്കൂളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് വരുന്നത്. എന്തായാലും ഇനിയും തീർച്ചയായിട്ടും കുറച്ച് കഴിഞ്ഞിട്ട് വരും. സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സിസ്റ്റേഴ്സ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സന്തോഷം, അവിടെ വരാൻ പറ്റിയൊരു സന്തോഷം. എന്താണ് പത്തക്കം വരുന്ന ഇല്ല. അപ്പോൾ ശരി, എല്ലാവർക്കും ആശ്വാസം തരുന്നു. താങ്ക് യു. സെന്റ് ആന്റണീസ് നഴ്സറി സ്കൂൾ 32ാം വാർഷികാഘോഷത്തിൻ്റെ അധ്യക്ഷ സിസ്റ്റർ രശ്മി DSS, സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഡൊമിറ്റില DSS, വിശിഷ്ടാതിഥി കേൾപ്രോ ബിജു ഋത്വിക് ആൻഡ് ഹിസ് വൈഫ്, ഫാദർ റോണി പീറ്റർ. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.
സ്കൂളിന്റെ വക ഒരു ചെറിയൊരു സ്നേഹോപഹാരം. അപ്പോൾ വിശിഷ്ടാതിഥി പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാണ്. യാത്ര പറച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ സെൽഫി എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ കൂടെ പോയി സെൽഫിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ആൾക്കാർ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവർക്ക് കുട്ടികളൊന്നും കൂട്ടാതെ വന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം സമയം നമ്മളോട് ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരിതാ പുറപ്പെട്ടിട്ടുണ്ട്. അവരുടെ വണ്ടി അങ്ങോട്ടേക്ക് ബസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഇവിടെ നിൽക്കുന്നതാണ് കേട്ടോ, അവർ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിതാ തിരിച്ച് സ്കൂളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. കാരണം നമ്മളെ കുഞ്ഞുമക്കളുടെ എന്താ പറയുക അടിപൊളി പരിപാടികളാണ് ഇനി സ്റ്റേജിൽ അരങ്ങേറാൻ വേണ്ടി പോകുന്നത്. അതിന് മുൻപായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെയുള്ള പല ഇതിലുള്ള സമ്മാനങ്ങൾ ഇപ്പോൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ ആയിട്ടുള്ളത് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറേയധികം സമ്മാനം ഇതുപോലെ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ, കാരണം കാണുന്നവർക്ക് നിങ്ങൾക്കായാലും ബോറടിക്കാണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആഘോഷിക്കുകയും അവർ നൽകുന്ന പ്രോത്സാഹനം വളരെ വലുതാണ്. നിങ്ങളുടെ സ്നേഹവും സമർപ്പണവും കൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരുന്നത്. അവരുടെ ഭാവിയുടെ ശക്തമായ അടിത്തറ നിർമ്മിക്കുന്നതിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഏറെ മഹത്തായതാണ്. ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനുള്ള സമ്മാനദാന കർമ്മം നിർവഹിക്കുന്നതിന് ഫാദർ റോണി പീറ്ററിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ടീച്ചറിനെ. ടീച്ചർ ഷീന മനോജിനെ ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ സ്നേഹം ഇതിലൂടെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾക്ക് നൽകുന്ന എല്ലാ പിന്തുണകൾക്കും ടീച്ചേഴ്സ്. അപ്പോൾ നമ്മുടെ കുട്ടികളെയൊക്കെ എത്രയധികം ശ്രദ്ധിച്ച് കെയർ ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ടീച്ചേഴ്സിന് സ്നേഹോപഹാരം നൽകുന്ന ചടങ്ങാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ടീച്ചേഴ്സിനെയായിട്ട് ഇപ്പം വേദിയിലേക്ക് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഇതൊക്കെ നമുക്ക് നാളത്തേക്കുള്ളൊരു മെമ്മറി ആണല്ലോ. അതായത് നമ്മുടെ ഈ കുഞ്ഞു മക്കളൊക്കെ ഒത്തിരി അങ്ങ് വലുതായി കഴിയുമ്പോഴത്തേക്കും നീ ആദ്യമായിട്ട് പഠിച്ച സ്കൂളാണിത്, അതുപോലെ നിന്നെ ആദ്യമായി പഠിപ്പിച്ച ടീച്ചേഴ്സാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനൊരു വീഡിയോ എനിക്ക് കാണിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഞാൻ അത്രയും ഹാപ്പി ആയിരിക്കില്ലേ. അതുപോലെ തന്നെ അത് കാണുന്ന ആ കുഞ്ഞു ഹൃദയങ്ങൾ അത്രയും അധികം അവരും ഹാപ്പി ആയിരിക്കത്തില്ലേ. അതിനു വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് ഷൂട്ട് ചെയ്ത് എൻ്റെ ഫോണിൽ സേവ് ചെയ്തിടുന്നത് കേട്ടോ. നമുക്കിപ്പോൾ ഫോണിൽ സേവ് ചെയ്തിട്ടാൽ തന്നെ അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. അതാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഇതുപോലെ വീഡിയോ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എപ്പോഴത്തേക്കുമുള്ള ഒരു മെമ്മറിയാണ്. അതാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോ എടുത്ത് വെക്കുന്നത്. ഇത് ധൻഷുവിൻ്റെ ടീച്ചറാണ് കേട്ടോ. ധൻഷുവിൻ്റെ ഫേവറേറ്റ് ടീച്ചറാണ് ഷൈമ ടീച്ചർ. ധൻഷുവിന് ഭയങ്കര ഇഷ്ടമാണ്. ധൻഷുവിന് മാത്രമല്ല കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്ലേ ക്ലാസ്സിലെ ടീച്ചറാണത് ഷൈമ. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുഞ്ഞു മക്കൾക്ക്, അതായത് ഈ കുഞ്ഞു ഹൃദയങ്ങളിൽ അവരുടെ ടീച്ചേഴ്സ് അത്രയും അധികം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കൊടുക്കുന്ന ആ ഒരു കെയറും സ്നേഹവും എത്രത്തോളം വലുതാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ ഇരിക്കുന്ന ഓരോ പാരൻസിനും അത് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അത് നമ്മുടെ ടീച്ചേഴ്സ് അത്രയും അടിപൊളി ടീച്ചേഴ്സാണ് കേട്ടോ ഇവിടെ. പിന്നെ അവർ നല്ല രീതിക്ക് ഇവരെ പഠിപ്പിക്കുകയും ചെയ്യും. എഴുതാനും ഒക്കെ ഇവർ അത്യാവശ്യം പ്ലേ ക്ലാസ്സിൽ നിന്ന് തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, എഴുതാനായാലും. അപ്പോൾ ഈ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ കുട്ടികളുടെ ഡാൻസ് പരിപാടികളാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടികൾ ഇത് തുടങ്ങാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും അവിടെ ചായയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ഇത് അങ്ങോട്ടേക്ക് പോവുകയാണ്. നല്ല അടിപൊളി ചായയാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ഒരുപാടധികം പലഹാരങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ പരിപാടി ഫസ്റ്റിൽ തന്നെ രംഗപൂജയാണ് കേട്ടോ. നമ്മുടെ കുട്ടികളെന്ന് വെച്ചാൽ അത്രയും അസാധ്യ പെർഫോമൻസ് ആണ് കേട്ടോ. കാരണം ഈ ചെറിയ കുട്ടികളൊക്കെ ഇത്രയും അധികം പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ അവരെ ആ ഡാൻസ് പഠിപ്പിച്ച ടീച്ചറാണ് സൈഡിൽ സ്റ്റേജിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് കേട്ടോ. ടീച്ചർക്ക് ഒരു വലിയൊരു കയ്യടി തന്നെ കൊടുക്കണം, കാരണം നല്ല രീതിക്ക് എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒന്നും സോങ് എനിക്ക് പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെ നമുക്ക് സോങ് ഒന്നും പുറത്തുനിന്ന് എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. വരുന്നവരൊക്കെയും ചീഫ് ഗസ്റ്റിനെ അന്വേഷിക്കുന്നുണ്ട്. അവർ പോയി എന്ന് പറഞ്ഞപ്പോൾ കുറേ പേര് എന്താ പറയുക, അയ്യോ പോയോ എന്നൊക്കെ പറയണം. അതെൻ്റെ കസിനാണ് കേട്ടോ, ഹസ്ബൻഡിൻ്റെ കസിനാണ് അപർണച്ചി. അപ്പോൾ അപർണച്ചിനെ മോളെ ഞാൻ വിളിച്ചിട്ടാണ് അവർ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇവിടെ കണ്ണാടി കൊടുങ്കുട്ടി എന്നുള്ള ഇതിനാണ് അവർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതിലിടയ്ക്ക് ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, കുട്ടി കളിക്കാതെ കരച്ചില്ല. അപ്പോൾ വീണ്ടും പാട്ട് ഓഫാക്കിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരതിനുള്ള സെറ്റപ്പാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞു പിള്ളേരല്ലേ, അപ്പോൾ അവരെന്ത് കളിച്ചു കഴിഞ്ഞാലും വളരെ ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 2-3 വട്ടം പാട്ടിങ്ങനെ ഓഫാക്കി 2 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് നമ്മുടെ ധൻഷുവിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇങ്ങേ അറ്റുന്നത് 4ാമത്തെ നിൽക്കുന്നതാണ് നമ്മുടെ ദച്ചു. പെട്ടെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ, കാരണം കുറേ ദൂരത്ത് നിന്ന് ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് മേക്കപ്പൊക്കെ ചെയ്തപ്പം. അങ്ങേ എൻ്റെ 3ാമത്തെ കുട്ടിയാണ് നൈതിക്ക്, ധൻഷുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവർ നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. കുട്ടികൾ എന്ത് കളിച്ച് കഴിഞ്ഞാലും വളരെ ക്യൂട്ടാണല്ലോ അവരെ പരിപാടി കാണാനായിട്ട്. ഇവരുടെ ഡാൻസിൻ്റെ സോങ് മോണിക്ക ലവ് യു മോണിക്ക എന്ന് പറഞ്ഞിട്ട് സോങ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ കളിച്ചിട്ട് ചിരിച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു ധൻഷു. അപ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞപാട് പിന്നെ അമ്മമാരെ കൂട്ടിയിട്ട് പോവണം. അപ്പോൾ അതിലിടയ്ക്ക് അത് കഴിഞ്ഞ് വന്നപാട് തന്നെ കുട്ടികൾക്കൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ, ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ വട്ടം നോക്കി, പക്ഷേ മര്യാദയ്ക്കുള്ള ഒരു ഫോട്ടോയ്ക്ക് പോലും ആൾ പോസ് ചെയ്യുന്നുണ്ടായിട്ടില്ല. ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കുട്ടികളെ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിലും ഭയങ്കര പണിയാണല്ലോ. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, കുറേ അധികം ആൾക്കാർ ഇപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു പരിപാടി കാണാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഒരു ചായ വീണ്ടും കുടിക്കണം തോന്നിയപ്പം ഒരു ചായ കുടിക്കാനായിട്ട് ഞാൻ വീണ്ടും ഒരു ചായയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട്. നമ്മൾ പരിപാടിയും കാണുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മളേതായ എൻജോയ്മെൻറ്റും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഹെയർ ബാൻഡിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഹെയർ ബാൻഡാണ് കേട്ടോ, അതിൽ നിന്ന് 2 സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ധൻഷു ബേബി അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇവർ പിന്നെ നമ്മളെ പരിപാടി കാണാനൊന്നും അനുവദിച്ചില്ല, കാരണം ഇവർ ഫുൾ ഓട്ടേനും ഇവരെ പിന്നാലെ ഓടലേനും നമ്മളെ മെയിൻ പരിപാടി. അത് ഇഷാനിയാണ് കേട്ടോ, അതായത് ധൻഷുവിൻ്റെയും നൈതുവിൻ്റെയും ഒക്കെ ഫ്രണ്ടാണ്. അങ്ങനെ നമ്മൾ കുറേ സമയം ഇവിടെ ഇരുന്നു. പിന്നെ നമ്മൾ പരിപാടി കഴിയാൻ നിന്നില്ല, അതിലിടയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണമല്ലോ. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഉറങ്ങും. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പിന്നെ ഫുഡൊക്കെ കൊടുക്കാനായിട്ട് കോഫി ഹൗസിൽ വന്നിട്ടുണ്ട്. കുറച്ച് ഡാൻസുകൾ കൂടെ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. കോഫി ഹൗസിൽ എന്ന് പറയുമ്പം ഈ കോഫി ഹൗസിലെ ബിരിയാണി ഉണ്ടല്ലോ, എനിക്ക് വളരെ പെട്ടെന്ന് മടുക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. എന്താണെന്ന് അറിയില്ല, നിങ്ങൾക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഫുഡ് മോശമാണ് എന്നല്ല കേട്ടോ പറഞ്ഞത്, പെട്ടെന്ന് നമുക്ക് എന്താ പറയുക, കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയായി എന്നുള്ള ആ ഒരു ഫീലിങ്സ് വരും. അങ്ങനെ ഓരോരോ ആൾക്കാരും അവരവർക്ക് ഇഷ്ടമുള്ള സംഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടെയാണ് അടുത്ത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എല്ലാവരും. പിന്നെ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം നമ്മുടെ മക്കളൊക്കെ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് പെർഫോമൊക്കെ ചെയ്യുന്നത് കാണുമ്പം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഇതുപോലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമായിരിക്കും അല്ലേ. അത് കാണുന്ന സമയത്ത് പലപ്പോഴായിട്ട് എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരാറുണ്ട്. അതങ്ങനെയാണല്ലോ, നമ്മുടെ പേരൻസൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ, ടേക്ക് കെയർ.